ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. അപ്പോൾ സെക്കൻഡ് റെസിപ്പി എന്തായിരിക്കണം? ഇപ്പം നമ്മൾ സമ്മർ കാലഘട്ടം, വേനലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തണുത്ത കാര്യം കഴിക്കാം അല്ലേ? അപ്പോൾ ഈ തണുത്ത കാര്യം കഴിക്കാൻ എന്താ വേണ്ടേ? അപ്പോൾ അതുപോലത്തെ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഇതൊരു സ്മൂത്തിയാണ്. സ്മൂത്തി എന്ന് പറയുമ്പോൾ അതൊരു തണുത്ത കാര്യം തന്നെയാണ്. പല ടൈപ്പ് ഓഫ് സ്മൂത്തീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു പാനീയമല്ല, കുറച്ച് കുറുകിയ തിക്കായിട്ടുള്ള പാനീയമാണ്. പറ്റുമെങ്കിൽ നല്ല ഐസിൽ, അതായത് ഫ്രീസറിൽ വെച്ച പാലിൽ തന്നെ തയ്യാറാക്കിയാൽ കൂടുതൽ നല്ലതായിരിക്കും. പിന്നെ സ്മൂത്തീസിൽ വേണമെങ്കിൽ നല്ല തണുത്ത എന്താ പറയുക, തൈര്, കട്ട തൈര്, യോഗട്ട്, അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പലതരം സ്മൂത്തീസ് നമ്മൾ മാജിക് അവനിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു സ്മൂത്തി. ഇതൊരു പീനട്ട് സ്മൂത്തിയാണ്. ഇത് ഫ്രൂട്ട്സ് കൊണ്ടുള്ള സ്മൂത്തി അല്ല. സാധാരണ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ബേസ്, ഏതെങ്കിലും ഒരു പഴവർഗ്ഗം വെച്ചിട്ടാണ് സ്മൂത്തി ചെയ്യാറ്. പക്ഷേ ഇതല്ല. ഇത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു പീനട്ട് ബട്ടർ വെച്ചിട്ടൊരു കാര്യമാണ് പീനട്ട് സ്മൂത്തി. ഒരു കപ്പലണ്ടിയുടെയൊക്കെ ടേസ്റ്റുള്ളൊരു സ്മൂത്തി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റോബസ്റ്റ പഴം 2 എണ്ണം തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തത്. പീനട്ട് ബട്ടർ 2 ടേബിൾ സ്പൂൺ, കൊക്കോ പൗഡർ 4 ടീസ്പൂൺ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഐസ് പോലെ കട്ടിയായ പാല് 2 കപ്പ്. അപ്പം നമ്മുടെ സ്മൂത്തി തയ്യാറാക്കാം. പീനട്ട് സ്മൂത്തിയാണ്. അപ്പോൾ സ്മൂത്തിക്ക് എപ്പോഴും വേണ്ടത് നല്ല കുറച്ച് എന്തായാലും ഫ്രൂട്ട്സ് തീരെ ഇല്ല എന്നല്ല പറഞ്ഞത്, റോബസ്റ്റ പഴം എപ്പോഴും നല്ലതാണ്, സ്മൂത്തിക്ക് പറ്റിയതാണ്. അത് കഴിയുന്നിടത്തോളം ഫ്രോസൺ ആണെങ്കിൽ നല്ല, അതായത് വലിയ വലിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് നല്ല ഐസ് പോലാക്കി എടുത്താൽ നല്ലത്. അതൊരു കവറിലാക്കി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു പോളിത്തീൻ കവറിലാക്കി ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ അത് നല്ല പല പല കവേഴ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നല്ല ഫ്രോസൺ ഐസ് ക്യൂബ് മാതിരി ഇരിക്കുക. അപ്പോൾ ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിനി തുടങ്ങാൻ പോവാണ്. ആദ്യം നമ്മളുടെ റോബസ്റ്റ പഴം 2 എണ്ണം. ഇത് ഇച്ചിരി ഫ്രോസൺ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, അതുകൊണ്ട് നല്ല കല്ല് പോലെ ഇരിക്കുന്നു. പിന്നെന്താ, ഇത് പീനട്ടിൻ്റെ സ്മൂത്തി അല്ലേ, അതുകൊണ്ട് തന്നെ കപ്പലണ്ടി ബട്ടർ, പീനട്ട് ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ, ഞാനത് അളന്നെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ. നല്ല സ്വാദാണ് പീനട്ട് ബട്ടറിന്. പിന്നെന്താ, പിന്നെ നമുക്ക് വേണ്ടത് കൊക്കോ പൗഡർ, അതൊരു 4 ടീസ്പൂൺ വരെ ആകാം. അത് ഇഷ്ടം അനുസരിച്ചിട്ടാണ്, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. ഞാൻ ആദ്യം 2 ടീസ്പൂൺ ഇടുന്നു, ആവശ്യാനുസരണം കൂടുതലിടാം. പിന്നെ പഞ്ചസാര ആകാം. കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ നമുക്ക് തേനായാലും കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഷുഗർ സിറപ്പാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് പഞ്ചസാര 1-2 ടേബിൾ സ്പൂൺ. പിന്നെ ഐസ് പാലാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐസ് പാലില്ല, അതുകൊണ്ട് നമ്മൾ നല്ല ചിൽഡ് മിൽക്ക്, നല്ല തണുത്ത പാൽ കുറച്ച് ഒഴിക്കാം. 2 കപ്പ് വരെ ആകാം. നമുക്കിത് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. നല്ല ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഒരല്പം കൊക്കോ പൗഡറും കൂടി ആകാമെന്ന് തോന്നുന്നു. 4 ടീസ്പൂൺ. നമ്മൾ 2 ടീസ്പൂണാണ് ആദ്യം ചേർത്തത്, ഇപ്പോൾ കുറച്ചുകൂടി ലേശം മധുരം കൂടി ആകാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു, ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി. മതി. ഇനി നമ്മളുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം.
നമ്മളുടെ പീനട്ട് സ്മൂത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ ഫ്രോസൺ മിൽക്ക് ആണെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും, കുറച്ചുകൂടി കുറുകി കിട്ടും. ഇത് പാലിച്ചിരി ലൂസ് ടൈപ്പ് ആയിരുന്നുകൊണ്ടാണ് കുറച്ചെങ്കിലും ലൂസായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് കുറേ കൂടെ തിക്കായിട്ടുള്ള ഒരു സ്മൂത്തി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് എന്തായിരിക്കും സ്വാദ്? നല്ല കപ്പലനയുടെയും ചോക്ലേറ്റിൻ്റെയും കൂടെ മിക്സ്ഡ് സ്വാദായിരിക്കും. അതിനിടയ്ക്കൊരു റോബസ്റ്റ പഴത്തിൻ്റെ സ്വാദും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയൊരു കാര്യമാണ് നമ്മളുടെ പീനട്ട് സ്മൂത്തി. ഇപ്പോൾ സ്മൂത്തീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ് ഉണ്ടാക്കാനും. ഇപ്പോൾ മിൽക്ക് ഷേക്ക് പോലെ തന്നെയാണ്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കോമ്പിനേഷൻസ് മാറ്റി മറിച്ചും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഏത് ടൈപ്പ് ഇപ്പോൾ മോച്ച സ്മൂത്തി വേണമെന്നുണ്ടെങ്കിൽ കോഫി ആൻഡ് ചോക്ലേറ്റ് കോമ്പിനേഷൻ വിത്ത് റോബസ്റ്റ പഴവും എല്ലാം കൂടെയൊക്കെ ചേർത്താൽ അടുത്തതായി. അപ്പോൾ ഇങ്ങനെ മാറി മാറി നമുക്ക് എന്ത് വേണമെങ്കിലും പരീക്ഷിക്കാവുന്നൊരു കാര്യമാണ് സ്മൂത്തി. എന്തായാലും ഈ വേനൽക്കാലത്ത് നല്ല തണുത്ത പാനീയങ്ങൾ കുടിക്കണം തോന്നുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കുന്ന രീതിയിലുള്ള പാനീയങ്ങൾ കുടിക്കുക. അപ്പോൾ കുറച്ചുകൂടി സന്തോഷം നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് അത്തിപ്പഴം കൊണ്ടൊരു കേക്കായിരുന്നു, ഫിഗ് ലോഫ്. പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ സ്വാദാണ്. പിന്നെ രണ്ടാമത് കാണിച്ചത് അതുപോലെ തന്നെ ഈ വേനൽക്കാലത്തിന് പറ്റിയൊരു കാര്യമാണ്, ഒരു സ്മൂത്തിയാണ്, പീനട്ട് സ്മൂത്തി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കോമ്പിനേഷൻസ് മാറ്റി മാറ്റി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ